2019 ശബരിമലയിൽ ഉണ്ടായിരുന്നത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളിയല്ലെന്ന് അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച തട്ടാവിള കുടുംബത്തിലെ അംഗം മഹേഷ് പണിക്കർ. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചിത്രങ്ങൾ പരിശോധിച്ചാൽ വ്യത്യാസം മനസ്സിലാകുമെന്നും മഹേഷ് പണിക്കർ പറഞ്ഞു. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, അതായത് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വിജയ് മല്യ ഈ സ്വർണ്ണപ്പാളികൾ, അതായത് ശബരിമലയിലെ മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പൂശുന്നതുമായി ബന്ധപ്പെട്ട് 1998 അതിന് ഉള്ള നടപടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളികളല്ല, ചെമ്പായിരുന്നു എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് നേരത്തെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വിജയ് മല്യ സ്വർണം പാകിയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ സമർപ്പണം ചെയ്തെങ്കിലും 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഓർഡർ പ്രകാരം അതിൽ ചെമ്പായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ 1998 വിജയ് മല്യ സമർപ്പിച്ചിരുന്ന ആ ഒരു സ്വർണ്ണപ്പാളികളോട് കൂടിയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിന്റെ ആ ഒരു മുഖപ്പ് അല്ലെങ്കിൽ അങ്കി എന്ന് പറയുന്ന ഭാഗം അത് മിസ്സിംഗ് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഈ 2019 പുറത്തു വന്നിട്ടുള്ള ഓർഡറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിനുശേഷം വന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ തട്ടാവിള കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച കുടുംബമാണ് തട്ടാവിള കുടുംബം. അവിടുത്തെ മഹേഷ് പണിക്കരാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ സ്വർണ്ണ പാളികളല്ല ഇപ്പോൾ 2019 ശബരിമലയിൽ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. തൂക്കത്തിലടക്കം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വലിയ അഴിമതി ഈ കാര്യത്തിൽ നടന്നുവെന്നാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ള കുടുംബാംഗമായിട്ടുള്ള മഹേഷ് പണിക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.